ഇന്ന് നമുക്കൊരു ഈസ്റ്റ് കറി ഉണ്ടാക്കാം. അതിനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഉള്ളി, പൊട്ടോട്ടോ, അണ്ടിപ്പരിപ്പ്, തൈര്, പെരിഞ്ചീരകം, പച്ചമുളക്, പിന്നെ ഇഞ്ചി പേസ്റ്റ്, ഒരു മാഗി ക്യൂബ്. ഈ കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് കുക്കർ നല്ലോണം കാഞ്ഞിട്ടുണ്ട്. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം കുക്കറിൽ. ഇത് നമ്മൾ കട്ടാക്കിയ ഓണിയൻ ഉണ്ടല്ലോ, ഒരു 3 ഓണിയൻ എടുത്തിട്ടുള്ളൂ, അതെടുത്ത് ഇതിലിടാം. ഈ ഉള്ളി നല്ല വഴറ്റിയതിന് ശേഷം ഒരു 1/2 ടീസ്പൂൺ നമ്മൾ ഇഞ്ചി പേസ്റ്റ് ഇടാം. ഓക്കെ, ഇത്രയും ഇഞ്ചി പേസ്റ്റ് ഇട്ടാൽ മതി കേട്ടോ, കൂടുതൽ വേണ്ട. നമ്മൾ ചോപ്പ് ചെയ്ത ഇതില്ലേ പച്ചമുളക് ഇതിലേക്ക് ഇടാം കേട്ടോ. അടുത്തത് നമുക്ക് ഈ മാഗി ക്യൂബില്ലേ, ഇത് 2 കട്ട ഇതിലേക്ക് ഇടാം കേട്ടോ. ആഡ് ചെയ്യാം. മുളകായിട്ടും ഒന്നും ഇടുന്നില്ല, ഇത് മാത്രമേ ഇടുന്നേ ഉള്ളൂ. പച്ചമുളക് പിന്നെ ആവശ്യത്തിന് കേട്ടോ. ഞാൻ ഒരു 7 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് 10 എടുക്കാം, നിങ്ങൾ ഇതിനെടുക്കാം. എരിവുള്ള പച്ചമുളകാണെങ്കിൽ അതിനനുസരിച്ച് എടുത്താൽ മതി. ഈ മാഗി ക്യൂബ് ഇട്ടുണ്ട്. മാഗി ക്യൂബിന് ശേഷം നമുക്കൊരു 1/4 ടീസ്പൂണ് പെരിഞ്ചീരകപ്പൊടി ഇടാം കേട്ടോ. വലിയ ജീരകമില്ലേ, അതിൻ്റെ പൊടി ഇളകി കൊടുക്കാം കേട്ടോ. നമ്മൾ കേക്ക് വെച്ച ചിക്കൻ സ്റ്റൂ ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കേക്ക് വെച്ച ചിക്കൻ നമുക്കിതിലേക്ക് ചേർക്കാം കേട്ടോ. അല്ലെങ്കിൽ അതൊന്നും ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കാം. ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം കപ്പ് വെച്ചിട്ടുണ്ടല്ലോ, ആ ഒരു കപ്പ് ഫുള്ള് ആഡ് ചെയ്ത് കൊടുക്കും കേട്ടോ. പുളിക്ക് വേണ്ടിയിട്ടാണ് ഒരു കപ്പ് ഇടുന്നത്. തക്കാളി ഒന്നും ചേർക്കുന്നില്ലല്ലോ, അതുകൊണ്ടാണ്. ഞാൻ നല്ലോണം ഇളക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് അതിനെ കൂടെ തന്നെ നമ്മൾ ഒരു 2 പൊട്ടോട്ടോ ഇട്ട് വെച്ചിട്ടുണ്ട്, അത് ഇതിലേക്ക് ഇട ചെയ്താൽ വലിയ കഷ്ണമാക്കി ഇട്ടാൽ മതി. വെള്ളമൊന്നും ചേർക്കണ്ട. ഞാൻ പൊട്ടോട്ടോ എടുത്ത് വഴറ്റിയിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊന്ന് മൂടി വെച്ചിട്ട് വേവിക്കാം. എന്നിട്ട് നമുക്ക് ഈ കുക്കറൊന്ന് മൂടി വെച്ചിട്ട് ഒരു 5 വിസിൽ അടിച്ചതിന് ശേഷം ആ വിസിലടിക്കുന്ന ഗ്യാപ്പിൽ നമുക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് നെയ്യ് എടുക്കാം. കുറച്ച് ഒരു ചൂടാവണ്ടേ, നമുക്ക് കുറച്ച് നെയ്യ് ഇടാം കേട്ടോ. കുറച്ച് നെയ്യിട്ടിട്ട് കുറച്ച് 2 സ്പൂൺ ഞാൻ നെയ്യിട്ടുണ്ട്. ഇത്തിരി ഓയിൽ ഒഴിക്കാം. ഒരു ഇത്തിരി ഓയിൽ ഒഴിക്കാം കുറച്ച്. നെയ്ച്ചോറ് ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാം. നമുക്കിതാ കുറച്ച് പട്ട, ഗ്രാമ്പു, ഏലക്ക അതിലേക്ക് ഇടാം. അത് പൊട്ടുമ്പോഴത്തേക്ക് നമുക്കിതാ ഉള്ളി ഇടാം. നന്നായിട്ട് വഴറ്റി കൊടുക്കട്ടോ. ഒരു ഇത്തിരി കളറ്, ഉള്ളിൻ്റെ കളർ ഇത്തിരി മാറുമ്പോൾ നമുക്ക്, ഞാനിപ്പോൾ 3 ഗ്ലാസ് അരിയാണ് എടുത്തത്. അപ്പം നമുക്ക് ഒരു ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് വെള്ളം വെച്ചിട്ട് നമുക്ക് തിളപ്പിക്കാം കേട്ടോ. ഞാൻ ഈ ഗ്ലാസ്സിനാണ്, ഇങ്ങനത്തെ ഒരു ഗ്ലാസ്സിന് ഞാൻ 3 ഗ്ലാസ് അരിയാണ് എടുത്തത്. അപ്പം അതിന് കണക്കാക്കി നമ്മൾ വെള്ളം ഒഴിക്കാം കേട്ടോ. ഒരു ഗ്ലാസ് വെച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരി ഇടാം. നല്ലോണം തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇത് തിളച്ച് നമുക്ക് കുറച്ച് തീ കുറച്ച് നമുക്ക് സ്ലോ ആക്കി വെച്ചിട്ട് ഒരു 20 മിനിറ്റ് വെക്കാം. ദമ്മാക്കി വെച്ചാൽ മതി കേട്ടോ. സ്ലോ ആക്കി വെച്ചാൽ മതി. കുക്കർ വിസിലിടുന്ന സമയം കൊണ്ട് നമുക്ക് എന്താക്കാം, ഇത് കോക്കനട്ട് മിൽക്ക് പൗഡറാണ്. അതൊരു കപ്പ് നമുക്ക് വെള്ളത്തിൽ കലക്കി ഇവിടെ വെക്കാം. അത് കഴിഞ്ഞിട്ട് ഒരു 12 അണ്ടിപ്പരിപ്പ് വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് ഇത്രയും മതി, ഈ ഒരു പൊടി തേങ്ങ നമുക്ക് ഇതിലേക്ക് ഇടാം. എന്നിട്ട് 2 കൂടി മിക്സ് ആക്കിയിട്ട് നമുക്ക് അരച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ 5 വിസിൽ കഴിഞ്ഞു. ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ പൊട്ടോട്ടോ നല്ല വെന്തിട്ടുണ്ട്. ചിക്കനെല്ലാം നല്ല വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ കുറച്ച് പൊട്ടോട്ടോ അതിൽ ഉടച്ച് കൊടുക്കാം. കുറച്ച് ഓവൻ ഉടയ്ക്കുമ്പോൾ കുറച്ച് നമുക്ക് അതിൽ തന്നെ ഉടച്ച് കൊടുക്കാം. പിന്നെ ഞാൻ പറഞ്ഞില്ലായിരുന്നോ, അണ്ടിപ്പരിപ്പും തേങ്ങയും കൂടി അരച്ചത്, ഇത് നന്നായിട്ട് അരച്ചിട്ടുണ്ട്. അരച്ചത് നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. എന്നിട്ട് ഇതിലേക്ക് ഒരു ഇത്തിരി വെള്ളം ഒഴിക്കുക. ഇത്ര നല്ല മിക്സ് ആക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ അത് നല്ല ഇളക്കുന്നുണ്ട്. നമുക്ക് അതിലേക്ക് നമ്മൾ ഇവിടെ കലക്കി വെച്ചില്ലായിരുന്നു കോക്കനട്ട് മിൽക്ക് പൗഡർ, അത് ചേർക്കാം.
പിന്നെ ഉപ്പ് ഞാൻ ഇട്ടിട്ടില്ല. നമുക്ക് ഇപ്പോൾ ഉപ്പ് നോക്കാം, നോക്കിയിട്ട് വേണമെങ്കിൽ ഇടാം. എന്താ വെച്ചാൽ മാഗി ക്യൂബിൽ ഉപ്പുള്ളതുകൊണ്ട് ഉപ്പിൻ്റെ ആവശ്യം വരില്ല. ഒരിത്തിരി ഉപ്പിന് കുറവുണ്ട്. നമുക്കൊരിത്തിരി 1/2 സ്പൂണ് ഉപ്പിടാം. ഇത്രയും ഉപ്പിടാം. ഇപ്പോൾ കറി നല്ല കുറുങ്ങനുണ്ട്. പിന്നെ ലാസ്റ്റ് സ്റ്റേജിൽ നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ എരിവ് കുറവാണെങ്കിൽ, എരിവ് കുറവായിരിക്കും, നമുക്കൊരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇടാം. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും കൂടി ആഡ് ചെയ്യാം. നമുക്കൊരു സ്റ്റൂ റെഡി ആയി കേട്ടോ. ഇനി ഓഫാക്കിയിട്ട് നമുക്ക് സെർവ് ചെയ്യാം. ഓക്കെ, ഫൈനലി നമ്മൾ നെയ്ച്ചോറ് റെഡിയായി. നമുക്ക് സെർവ് ചെയ്യാം. ഓക്കെ, കറി നല്ല കുറുങ്ങനായിട്ടുണ്ട്. വേണമെങ്കിൽ പൊട്ടോട്ടോ ഫൈനലി ഞാൻ മോൾക്ക് ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കാം. എങ്ങനെയുണ്ടെന്ന് എനിക്ക് പറയാം. നല്ല ചൂടാണ്, അതുകൊണ്ട് ഞാൻ തന്നെ മോൾക്ക് കൊടുക്കാം. മോൾക്ക് വായിലിട്ട് കൊടുക്കാം. അവർ ടേസ്റ്റ് നോക്കിയിട്ട് പറയും. നല്ല ചൂടാണ്. എങ്ങനെയുണ്ട്?